بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. തൗഹീദിലേക്ക് ക്ഷണിക്കുക, അതുപോലെ തന്നെ ഷിർക്കിനെ തൊട്ട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക എന്ന്. അതുപോലെ വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളിംഹു ബിത്തൗഹീദ്, അള്ളാഹുവിനെ നീ തൗഹീദ് കൊണ്ട് മാനിക്കുക, ബഹുമാനിക്കുക. വസിയാബക ഫതഹിർ, തഹിർ അഅമാലക അനിശ്ശിർ, ഷിർക്കിൽ നിന്ന് താങ്കളുടെ അമലുകളെ താങ്കൾ ശുദ്ധീകരിക്കുക. വറുജ്സ ഫഹ്ജുർ, റുജ്സ് എന്ന് പറഞ്ഞാൽ അൽ അസ്നാം, വിഗ്രഹങ്ങളെ വെടിയുക, അതിനെ ഉപേക്ഷിക്കുക. വ അഹ്ലഹ, വിഗ്രഹങ്ങളുടെ ആളുകളെയും ഉപേക്ഷിക്കുക. വൽ ബറാഅതു മിൻഹാ വ അഹ്ലിഹ, വിഗ്രഹത്തിൽ നിന്നും ഒഴിവാകുക, വിഗ്രഹത്തിന്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്ത് മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി അറിയപ്പെട്ടത്. അതുപോലെ അഖദ അലാ ഹാദാ 10 സിനീന യദ്ഉ ഇല തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇപ്രകാരം 10 വർഷം റസൂലുള്ളാഹി താമസിച്ചു. അങ്ങനെ വബഅദൽ 10, 10 വർഷം കഴിഞ്ഞതിന്റെ ശേഷം ഉരിജ ബിഹി ഇലസ്സമായി, ആകാശത്തേക്ക് അല്ലാഹു തആല മിഅ്റാജ് കൊണ്ടുപോയി. വഫുരിളത് അലൈഹി സ്വലവാത്തുൽ ഖംസു, 5 നേരത്തെ നമസ്കാരങ്ങൾ നബിക്ക് ഫറളാക്കപ്പെടുകയും ചെയ്തു. വസല്ല ഫീ മക്കത 3 സിനീന, 3 വർഷം മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. വബഅദഹ ഉമിറ ബിൽ ഹിജ്റതി ഇലൽ മദീന, പിന്നീട് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോവാൻ കൽപ്പന കിട്ടുകയും ചെയ്തു. അപ്പൊ 23 വർഷത്തിലെ 13 വർഷം മക്കയിൽ താമസിച്ചു. 10 വർഷം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു, ഷിർക്കിൽ നിന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. 10ാമത്തെ വയസ്സിൽ 10 കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് മിഅ്റാജ് ഉണ്ടായി. ആ മിഅ്റാജിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ഫർളാക്കപ്പെട്ടു. അതോടുകൂടെ 3 വർഷം മക്കയിൽ നമസ്കാരം നിലനിർത്തി. ആ 3 വർഷം കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജ്റ പോവാൻ അള്ളാഹുവിൽ നിന്ന് കൽപ്പന വരികയും ചെയ്തു. വൽ ഹിജ്റതു ഫരീളത്തുൻ അലാ ഹാദിഹിൽ ഉമ്മ, ഹിജ്റ ഈ ഉമ്മത്തിന് നിർബന്ധമാണ്, ഫർളാണ്, അന്നും ഇന്നും നിർബന്ധമാണ്. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? വഹിയ അൽ ഇന്തിഖാൽ മിൻ ബലദി ശിർകി ഇലാ ബലദിൽ ഇസ്ലാം, ഷിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പാലായനം ചെയ്യുക, ഇതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. വഹിയ ബാഖിയത്തുൻ ഇലാ അൻ തഖൂമ സ്സാഅ, അന്ത്യനാള് വരെ ഹിജ്റ ബാഖിയാണ്, ഉണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയായ അവരുടെ താമസിക്കുന്ന നാട്ടിൽ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ അതിന് പറ്റുന്ന നാട്ടിലേക്ക് അവൻ യാത്ര പോവൽ അവന് നിർബന്ധമാണ്, ഹിജ്റ നിർബന്ധമാണ്, അന്ത്യനാള് വരെ നിർബന്ധമാണ് എന്നാണ്. അന്ത്യനാള് വരെ നിർബന്ധമാണ് എന്നുള്ള തെളിവെന്താണ്? അല്ലാഹു തആലയുടെ വാക്കാണ്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തളഅഫീന ഫിൽ അർളി ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറൂ ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നമു വസാഅത് മസീറാ. അല്ലാഹു തആല പറയുന്നത്, മരണപ്പെട്ടു പോയ മലക്കുകൾ ജീവനെടുത്ത മരിച്ചുപോയ ആളുകൾ സ്വന്തത്തെ ആക്രമിച്ച് മുസ്ലിമല്ലാതെ കാഫിറായി മരിച്ചു പോയ ആളുകളോട് നാളെ അല്ലാഹു തആല അതല്ലെങ്കിൽ മലക്കുകൾ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾ എന്തിലായിരുന്നു, നിങ്ങൾക്ക് എന്തായിരുന്നു പ്രയാസം, നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി ജീവിച്ചില്ല? അപ്പോൾ അവർ പറയും, കുന്നാ മുസ്തളഅഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ സാധുക്കളായിരുന്നു, ഞങ്ങളെ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഞങ്ങൾക്ക് ഒന്നും ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ ആയിരുന്നില്ല, മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഞങ്ങൾ ആയിരുന്നില്ല
എന്ന് അവർ മറുപടി പറയും. അപ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, അലം തക്കുൻ അർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു ഫീഹ, നിങ്ങൾക്ക് അവിടേക്ക് ഹിജ്റ പോകായിരുന്നില്ലേ? ഫഉലൈക മഹ്വാഹും ജഹന്നമ വസഅത് മസീറ, അങ്ങനെ അവരുടെ അഭയകേന്ദ്രം നരകമാണ്, ഏറ്റവും മോശമായ സ്ഥലമാണ് നരകമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ അതാണ് മരണം വരെ ഹിജറയുണ്ട്, ഹിജറ നിർബന്ധമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ പറഞ്ഞു, സൂറത്ത് അങ്കബൂത്തില്, യാ ഇബാദിയല്ലദീന ആമനു ഇന്ന അർളി വാസിഅത്തുൻ ഫഇയ്യായ ഫഅ്ബുദൂൻ, സത്യവിശ്വാസികളെ, എന്റെ ഭൂമി വിശാലമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നെ മാത്രം ആരാധിക്കണം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ എന്റെ ഭൂമി വിശാലമാണ്, ആ വിശാല ഭൂമിയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കണം, ഹിജ്റ പോവണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ഇമാം ബഗവി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം സബബു നുസൂലി ഹാദിഹിൽ ആയ ഫിൽ മുസ്ലിമീന അല്ലദീന ഫീ മക്കത ലം യുഹാജിറു, മക്കയിൽ നിന്ന് ഹിജ്റ പോവാത്ത മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ വന്ന ആയത്താണ്. അല്ലാഹു തആല അവരെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ്. യാ ഇബാദിയല്ലദീന ആമനൂ നാദാഹുമുല്ലാഹു ബിഇസ്മിൽ ഈമാൻ, മുഅ്മിനീങ്ങളെ എന്നാണ് അല്ലാഹു തആല, മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല ഹിജ്റ പോവണം എന്നാണ് പറയുന്നത്. ഹദീസിൽ നിന്ന് ഹിജ്റയുടെ തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ലാ തൻഖതിഉൽ ഹിജ്റതു ഹത്താ തൻഖതിഅത് തൗബ, തൗബ മുറിയുന്നത് വരെ ഹിജ്റയും മുറിയുകയില്ല. വലാ തൻഖതിഉത് തൗബതു ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ മഗ്രിബിൽ നിന്ന് അഥവാ അസ്തമിക്കുന്നിടത്തുനിന്ന് സൂര്യൻ ഉദിക്കുന്ന കാലം വരെയും തൗബ മുറിഞ്ഞു പോകുന്നതല്ല. ആ തൗബ മുറിയാത്ത കാലത്തോളം ഹിജ്റയും മുറിഞ്ഞു പോകും. അപ്പൊ ഹിജ്റയും തൗബ, സൂര്യൻ മഗ്രിബിൽ നിന്ന് ഉദിക്കുന്നത് വരെ ഹിജ്റയുടെ വിധിയും അത് നിർബന്ധമാണ്, ഫർളാണ് എന്നർത്ഥം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം കഴിഞ്ഞ് റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ പോയി. ഫലമ്മസ്തഖറ ഫിൽ മദീന, മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് നിലനിൽപ്പ് വന്നപ്പോൾ, അവിടെ സമാധാനമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ഉമിറ ബിബഖിയത്തി ശറാഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മറ്റു ശരീഅത്തുകളായ മറ്റുള്ള വിധികളെയും കാര്യങ്ങളെയും കൽപ്പന വന്നു, നബിയോട് കൽപ്പിക്കപ്പെട്ടു. ഏതുപോലെ? സകാത്ത്, സൗമ്, ഹജ്ജ്, അദാന്, ജിഹാദ്, വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ വഗൈരി ദാലിക മിൻ ശറാഇൽ ഇസ്ലാം. സകാത്ത് നിർബന്ധമാക്കി അല്ലാഹു മദീനയിൽ വെച്ച്, നോമ്പ് നിർബന്ധമാക്കി, ഹജ്ജ് നിർബന്ധമാക്കി, അദാൻ ശരീഅത്തിൽ കൊണ്ടുവന്നു, ജിഹാദ് അള്ളാഹു നിർബന്ധമാക്കി, നന്മ കൊണ്ട് കൽപ്പിക്കല്, തിന്മ കൊണ്ട് വിരോധിക്കൽ അഥവാ പ്രബോധനത്തെ അള്ളാഹു തആല ശറയിൽ കൊണ്ടുവന്നു. വഗൈരി ദാലിക മിൻ ശറാഇൽ, ഇതല്ലാത്ത മറ്റുള്ള ശരീഅത്തിലുള്ള നിയമങ്ങളെല്ലാം പിന്നീട് മദീനയിൽ വെച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അഖദ അലാ ഹാദാ 10 സിനീൻ, ഇങ്ങനെ 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിലനിന്നു. വബഅദഹാ തുവഫിയ സ്വലാത്തുല്ലാഹി വസലാമുഹു അലൈഹി, ആ 10 വർഷം കഴിഞ്ഞ് മദീനയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുകയാണ് ഉണ്ടായത്. വദീനുഹു ബാഖിൻ, റസൂലുള്ള വഫാത്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് അന്ത്യനാൾ വരെ ബാക്കിയാണ്, നിലനിൽക്കുന്നതാണ്. വഹാദാ ദീനുഹു, ഇതാണ് നബിയുടെ മതം. ലാ ഖൈറ ഇല്ലാ ദല്ലൽ ഉമ്മത അലൈഹി വലാ ശർറ ഇല്ലാ ഹദ്ദറഹാ മിൻഹു. ലാ ഖൈറ ഇല്ലാ ദല്ലൽ ഉമ്മത അലൈഹി, ഈ മതത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലാ ശർറ ഇല്ലാ ഹദ്ദറഹാ മിൻഹു, മതത്തിൽ എന്തെല്ലാം ഷർറുകൾ വരും അതിനെയൊക്കെ റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ, ഇത് വല്ലാത്തൊരു പോയിന്റാണ്. ലാ ഖൈറ ഇല്ലാ ദല്ലൽ ഉമ്മത അലൈഹി വലാ ശർറ ഇല്ലാ ഹദ്ദറഹാ മിൻഹു. ഇനി മതത്തിൽ ഒന്നിനെയും കടത്തി കൂട്ടാൻ ആർക്കും സാധ്യമല്ല.
നല്ലൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് അത് ചെയ്താൽ നല്ലതല്ലേ എന്ന് തോന്നിയിട്ട് നല്ല കാര്യമാണ് എന്നുള്ള വിചാരത്തിൽ മതത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും പാടുള്ളതല്ല. കാരണം ഉമ്മത്തിന് ഹൈറായിട്ട് തോന്നുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഹൈറായി വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതെല്ലാം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമ്മത്തിന് ഷർറായിട്ട് എന്തൊക്കെ വരുന്നുണ്ടോ അതിനെല്ലാം റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വൽ ഖൈറുല്ലദീ ദല്ലഹ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്ത ഖൈർ ഏതാണ്? അത്തൗഹീദ്, അത് തൗഹീദാണ്. വജമീഉ മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു സ്നേഹിക്കുന്ന, അവൻ പൊരുത്തപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുത്ത ഖൈറുകളാണ്. ഇനി അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു ഖൈറും തന്നെ അതിന്റെ ശേഷം ഇല്ല. മുഴുവൻ ഖൈറുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ അറിയിച്ചിട്ടുണ്ട്. വശർറുല്ലദീ ഹദ്ദറഹ മിൻഹു, റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയ ഷർറ് ഏതാണ്? അശ്ശിർക്ക്, ഏറ്റവും ആദ്യത്തേത് ഷിർക്കാണ്. വജമീഉ മാ യക്റഹു അല്ലാഹു വയഅബാ, അല്ലാഹു വെറുക്കുന്ന, അല്ലാഹു വിലക്കിയ, ഇഷ്ടപ്പെടാത്ത ഏതൊരു കാര്യത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബഅസഹുല്ലാഹു ഇലന്നാസി കാഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ജനങ്ങളിലേക്ക് മുഴുവനായിട്ടും അയച്ച പ്രവാചകനാണ്. വഫ്തറള തഅതഹു അലാ ജമീഇ സഖലൈൻ, രണ്ട് വിഭാഗം, ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും, അൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യനും ജിന്നും മുഴുവനും ആ നബിക്ക് താഅത്ത് ചെയ്യൽ, നബിയെ അനുസരിക്കൽ നിർബന്ധവും ആണ്. അള്ളാഹു എല്ലാ ആളുകളിലേക്കും പ്രവാചകനെ അയച്ചിരിക്കുന്നു, പിന്നെ നബിയെ അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സകലൈനായ മനുഷ്യ ജിന്ന് വർഗക്കാർ മുഴുവനും ആ നബിയെ അംഗീകരിക്കലും വഴിപ്പെടലും നിർബന്ധമാണ്. അതിന്റെ തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ജനങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് റസൂലാണ്, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവനാണ്. ജമീഅൻ, എല്ലാവരിലേക്കും. സൂറത്തു അറാഫിലെ ആയത്താണത്. വഅക്മലല്ലാഹു ബിഹി അദ്ദീന, ഈ ദീനിനെ അല്ലാഹു തആല മുഹമ്മദ് നബിയെ കൊണ്ട് പരിപൂർണമാക്കിയിട്ടുണ്ട്. എന്താണ് തെളിവ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന സൂറത്തു മാഇദയിലെ ആയത്താണ്. ഈ ദീനിനെ ഇന്ന് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇതിനെ ഇസ്ലാമായി പരിപൂർണ ദീനാക്കി ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ആയത്താണ് അതിന്റെ തെളിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി മരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. കണ്ടോ, പ്രവാചകനോട് പറയാണ്, ഇന്നക മയ്യിതുൻ, താങ്കൾ മരിക്കും, വ ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കും, എന്നിട്ട് അന്ത്യനാളിൽ നിങ്ങൾ റബ്ബിന്റെ അരികിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് അല്ലാഹു തആല പറയുകയാണ്. കണ്ടോ, നിങ്ങൾ റബ്ബിന്റെ അരികിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ ഇവിടെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു എന്ന് നാം സമ്മതിക്കണം. ഇന്ന് പല ആളുകളും സൂഫികളായ, അതുപോലെ തന്നെ ബറേലിവികളായ ആളുകളൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല എന്നാണ്. ഇന്ന് ഷിയാക്കൾ, അതുപോലെ തന്നെ പല പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും പരസ്യമായി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതല്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയതാണ്. ആ പ്രവാചകൻ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും, നമ്മളും അറിയും എന്ന് പറയുന്ന, അതിന് അവർ തെളിവായിട്ട് ഹദീസ് പറയാറുണ്ട്. എന്ത്? വഫാത്തി ഖൈറുല്ലക്കും വഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവനും നിങ്ങൾക്ക് നന്മയാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. ആ ഹദീസിൽ തന്നെയാണ് എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. അപ്പൊ ഞാൻ മരിച്ചു എന്നുള്ള അതിലുണ്ട്, അതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല.
അപ്പൊ അങ്ങനെയല്ല, റസൂലുള്ളാഹി വഫാത്താക്കി ആയിരിക്കുന്നു. എന്താണ് എന്റെ തെളിവ്? ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ എന്നുള്ള ആയത്താണ്. അതുപോലെ വന്നാസു ഇദാ മാതു യുബഅസൂൻ, ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ പുനർജന്മിക്കപ്പെടും, കൊണ്ടുവരപ്പെടും. തെളിവെന്താണ്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ, നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അതിലേക്ക് മടക്കും, അതിൽ നിന്ന് പിന്നീട് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ള സൂറത്തു താഹയിലെ ആയത്ത്. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു സൂറത്തു നൂഹിൽ, വല്ലാഹു അംബതകും മിനൽ അർളി നബാത സുമ്മ യുഈദുക്കും ഫീഹാ വയുഖ്രിജുക്കും ഇഖ്റാജ, അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കി, അങ്ങനെ ആ ഭൂമിയിലേക്ക് നിങ്ങളെ മടക്കി, ആ ഭൂമിയിൽ നിന്ന് തന്നെ നിങ്ങളെ ഒരിക്കൽ കൂടെ പുറത്തു കൊണ്ടുവരും എന്നുള്ള ആയത്ത്. ഇങ്ങനെ പല ആയത്തുകളും ഹഷറിന്, ബഅസിന് തെളിവായിട്ട് കാണാനുണ്ട്. വബഅദൽ ബഅസി മുഹാസബൂന വമജ്സിയൂന ബിഅമാലിഹിം, ബഅസ് കഴിഞ്ഞാൽ അല്ലാഹു തആല ഹിസാബ് എടുക്കും, അവർ ചെയ്തിരിക്കുന്ന അമലുകൾ അനുസരിച്ച് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. തെളിവെന്താണ്? വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന, അല്ലാഹുവിനാണ് ആകാശഭൂമിയിലുള്ളത് മുഴുവൻ, എന്തിനു വേണ്ടി? തെറ്റ് ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കുവാനും നന്മ ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കുവാനും എന്ന്. വമൻ കദ്ദബ ബിൽ ബഅസി കഫറ, ആരെങ്കിലും ബഅസിനെ നിഷേധിച്ചാൽ അവൻ മുസ്ലിമല്ല, കാഫിറാണ്. തെളിവെന്താണ്? സഅമല്ലദീന കഫറു അല്ലൻ യുബ്അസു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ, കാഫിരീങ്ങൾ വാദിച്ചു പുനർജന്മമില്ല എന്ന്. നബിയെ പറയുക, അങ്ങനെയല്ല, എന്റെ റബ്ബ് തന്നെയാണ് സത്യം, നിങ്ങളെ പുനർജന്മിക്കപ്പെടും, എന്നിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങളോട് അറിയിക്കുക തന്നെ ചെയ്യും, അതൊക്കെ പടച്ച തമ്പുരാന് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന്. അതുപോലെ അർസലല്ലാഹു ജമീഅർ റുസുലി മുബശ്ശിരീന വമുൻദിരീൻ, എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു തആല നന്മയിലേക്ക് ക്ഷണിക്കുവാനും അതുപോലെ തന്നെ ഷിർക്കിനെ തൊട്ടും തെറ്റിനെ തൊട്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുമാണ് അയച്ചിട്ടുള്ളത്. തെളിവെന്താണ്? റുസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റസൂൽ. സൂറത്തുൻ നിസായിലെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ, മുബശ്ശിരീങ്ങളും മുന്തിരീങ്ങളുമായിട്ടുള്ള പ്രവാചകന്മാരെ, മനുഷ്യർക്ക് അള്ളാന്റെ എതിരിൽ തെളിവുണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രവാചകനെ മുബശ്ശിരീങ്ങളായിട്ടും പ്രവാചകന്മാരെ മുബശ്ശിരീങ്ങളായിട്ടും മുന്തിരീങ്ങളായിട്ടും അല്ലാഹു തആല നിയോഗിച്ചു, അയച്ചു എന്ന്. വഅവ്വലുഹും നൂഹ് അലൈഹിസ്സലാം, അവരിലെ ആദ്യത്തെ നബി നൂഹ് നബിയാണ്. വആഖിറുഹും മുഹമ്മദുൻ വഹുവ ഖാതമുൻ നബിയീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിലെ ഏറ്റവും അവസാനത്തേത്. തെളിവെന്താണ്? ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി, താങ്കളിലേക്ക് നാം ബോധനം നൽകി, വഹി നൽകി. നൂഹ് നബിക്ക് വഹി നൽകിയതുപോലെ അതിന് നൂഹ് നബിന്റെ ശേഷമുള്ള പ്രവാചകന്മാർക്കും വഹി നൽകിയതുപോലെ താങ്കൾക്ക് വഹി നൽകി. അപ്പോ താങ്കളുടെ മുമ്പ് നൂഹ് നബിക്ക് വഹി നൽകിയിട്ടുണ്ട്. നൂഹ് നബിയാണ് ആദ്യത്തേത്, അവസാനത്തേത് താങ്കളുമാണ്. അവർക്കിടയിൽ ധാരാളം പ്രവാചകന്മാരും ഉണ്ട്. വകുല്ലു ഉമ്മത്തിൻ ബഅസല്ലാഹു ഇലൈഹാ റസൂലൻ, അല്ലാഹു തആല എല്ലാ സമുദായത്തിലേക്കും റസൂലിനെ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. നൂഹ് മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് യഅ്മുറുഹും ബിഇബാദത്തില്ലാഹി വഹ്ദഹു, ആ പ്രവാചകന്മാരെല്ലാവരും അനുയായികളോട് കൽപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതും താഗൂത്തുകൾക്ക് ഇബാദത്ത് എടുക്കുന്നതിനെ വിലക്കിയിട്ടുമാണ്. കണ്ടോ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നാം എല്ലാ സമുദായത്തിലേക്കും റസൂലിനെ അയച്ചത് അള്ളാഹുവിനെ ആരാധിക്കാനും താഗൂത്തുകളെ വെടിയാനും വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്.
അതുപോലെ ومن ادعى شيئا من علم الغيب ومن حكم بغير ما أنزل الله. അതായത് ഇൽമുൽ ഗൈബിനെ ഒരു പ്രവാചകനും ബാധിച്ചിട്ടില്ല. ആർക്കും ഇൽമുൽ ഗൈബില്ല അള്ളാഹു തആല അറിയിച്ചതല്ലാതെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, ഒരായത്തും കൂടെ അതിന് തെളിവില്ല. ഏതിന്? പിന്നെ പ്രവാചകന്മാരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്നുള്ള തെളിവില്ല. ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യി ഫമൻ യക്ഫുറു ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ഖാ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. അപ്പൊ താഗൂത്തിനെ ഉപേക്ഷിച്ചിട്ട് അള്ളാഹുൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ മുറുകെ പിടിച്ചവൻ എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. ഏത്? ഫമൻ യക്ഫുറു ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹ്. ആരെങ്കിലും താഗൂത്തിനെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവനാണ് പരിശുദ്ധ ഇസ്ലാമിനെ മുറുകെ പിടിച്ചവൻ എന്നുള്ള ഭാഗത്തിന്റെ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം എന്ന് മനസ്സിലാക്കണം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, റഅ്സുൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും മുകളിൽ പരിശുദ്ധ ഇസ്ലാമാണ്. വഅമൂദുഹു അസ്സലാ, ആ പരിശുദ്ധ ഇസ്ലാമിന്റെ തൂണ് നമസ്കാരമാണ്. വദുർവതു സനാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അപാരമായ സഹായം കൊണ്ട്, തൗഫീഖ് കൊണ്ട് നമുക്ക് ഉസൂലു സലാസ എന്ന കിതാബ് ഇവിടെ അവസാനിപ്പിക്കാൻ സാധിച്ചു. നമ്മൾ കേട്ടതിനെയും അതുപോലെ ഞാൻ പറഞ്ഞതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതുപോലെ ധാരാളം അറിവുകൾ വായിച്ച് പഠിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് രോഗികൾക്ക്, അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളിൽ രോഗികൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ, നീ ശിഫ നൽകണമേ റഹ്മാനെ, നീ ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ കൂട്ടുകാർ, റഹ്മാനെ, ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ നീ പൊറുക്കണമേ റഹ്മാനെ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പടച്ചവനെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഹാദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും. وعليكم السلام ورحمة الله وبركاته. جزاك الله خير أستاذ. പാരിസ ബീവി ഒന്ന് ഇത് എൻഡ് ചെയ്യണം. നിങ്ങൾ ലീവ് ചെയ്യുമ്പോൾ എൻഡ് ചെയ്യും. അതെങ്ങനെ എന്ത് ചെയ്യുന്ന അറിയത്തില്ലല്ലേ. നിങ്ങൾ അതൊന്ന് നിങ്ങൾ ക്ലോസ് ചെയ്യും. അത് എൻഡ് എന്ന് കൊടുത്താൽ മതി.